എന്തുമാത്രം അധമനാണ് ഇയാളെന്ന് വ്യക്തമാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കാര്യങ്ങൾ. KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ചോദിക്കുന്നത് എന്താണെന്ന് ആ റിപ്പോർട്ടിന്റെ 136-ാമത്തെ പേജ് ഒന്ന് എടുക്കണം. 136-ാമത്തെ പേജിൽ 270-ാമത്തെ ഖണ്ഡികയായി വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ദ എബോ ആർട്ടിസ്റ്റ് ഹാഡ് ടു ലിവ്. ആർട്ടിസ്റ്റിന് അദ്ദേഹം സിനിമയിൽ നിന്ന് മാത്രമല്ല, സിനിമയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം സീരിയലിലേക്ക് വന്നപ്പോൾ അവിടെയും അദ്ദേഹത്തിന്റെ രക്ഷയുണ്ടായില്ല. ബൈ യൂസിംഗ് ആത്മ, which is an association in serial also. During that time, the president of the said association was an actor in cinema also. ആരായിരുന്നു? KB ഗണേഷ് കുമാർ ആയിരുന്നു. അപ്പോ സിനിമ വിട്ട് സീരിയലിൽ ചെന്നപ്പോ അവിടെ പോലും നിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്ന 10 മുതൽ 15 പേരുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹം ആരെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുത്തിട്ട് എന്നിട്ട് ഇവിടെ വന്നങ്ങ് ചാരിത്രം വിളമ്പുക. ഉളുപ്പ് വേണ്ടേ? ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഉണ്ടാവില്ലല്ലോ. സഖാവായി പോയില്ലേ. സഖാക്കന്മാർക്ക് എവിടുന്നാ ഉളുപ്പുണ്ടാവുക? ഇനി K വിജയനോടൊരു വാക്ക്. ഒരു പെൺവേട്ടക്കാരനെ മന്ത്രിയാക്കിയ താൻ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു അക്ഷരമിനി മിണ്ടിയാൽ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.